നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്ത് വില കൊടുത്തും സംസ്ഥാനത്ത് മൂന്നാമതും അധികാരത്തിലെത്താൻ ആയുധം രാഗി മിനുക്കിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് ഇടതുമുന്നണി നടത്തുന്നത്. പല ജില്ലകളിലെയും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ്. ആ ചർച്ചകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന വിവരം ചില സിറ്റിംഗ് MLA-മാർക്ക് സീറ്റ് നൽകേണ്ട എന്നൊരു വിവരമാണ്. അതിൻ്റെ ആദ്യപടിയായി നമുക്ക് ലഭ്യമായിരിക്കുന്ന ഒരു വിവരം CPM-ന്റെ സ്റ്റാർ സ്ഥാനാർത്ഥി എന്ന് അവർ തന്നെ വിശേഷിപ്പിക്കുന്ന മട്ടന്നൂർ MLA KK ശൈലജയ്ക്ക് സീറ്റ് നൽകേണ്ട എന്നാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത്. പകരം മട്ടന്നൂരിൽ DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജിന്റെ പേരാണ് പറഞ്ഞു കേൾക്കുന്നത്. വിശദമായി പരിശോധിക്കാം. എന്തുകൊണ്ട് KK ശൈലജയെ വെട്ടുന്നു? CPM-ന്റെ സ്ഥാനാർത്ഥി നിർണ്ണയം ഏത് തരത്തിലായിരിക്കും? അതായത് CPM-ന് മൂന്നാമത് ഭരണം ലഭിക്കണം. അതിനുവേണ്ടി മികച്ച സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കും. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയത്തിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് നടക്കാൻ പോകുന്നത് എന്നാണ് CPM പറഞ്ഞു വെക്കുന്നത്. പാർട്ടി മറ്റ് കോൺഗ്രസിനെ പോലെയോ BJP-യെ പോലെയോ KPCC-യോ അല്ലെങ്കിൽ ദേശീയ നേതൃത്വമോ സംസ്ഥാന നേതൃത്വമല്ല CPM-ന്റെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനും പ്രഖ്യാപിക്കാറും. CPM-ന്റെ സ്ഥാനാർത്ഥി നിർണ്ണയം നടക്കാറ് അതാത് ജില്ലാ കമ്മിറ്റികളിലാണ്. ജില്ലാ കമ്മിറ്റികൾ യോഗം ചേർന്ന് ഏരിയ കമ്മിറ്റിയുടെ അഭിപ്രായം ആരാഞ്ഞ് ആ ഏരിയ കമ്മിറ്റി ഒരു പേര് സജസ്റ്റ് ചെയ്ത് അത് സംസ്ഥാന നേതൃത്വത്തിലേക്ക് അയച്ച് സംസ്ഥാന നേതൃത്വം ആ പേര് അംഗീകരിക്കുന്നതാണ് CPM-ന്റെ ഒരു പതിവ് രീതി. ആ രീതി തന്നെയാണ് താഴെ തട്ടുള്ള ആളുകൾ സ്ഥാനാർത്ഥിയായി വരുന്നതിന് തീരുമാനം. കാരണം CPM-ന്റെ പല സ്ഥാനാർത്ഥികളെയും ഈ കോൺഗ്രസിൻ്റെയും BJP-യുടെ സ്ഥാനാർത്ഥി പട്ടികയെ വരുമ്പോൾ നമുക്ക് അവർ ഒന്നുകിൽ ചാനൽ ചർച്ചകളിലൊക്കെ നിറങ്ങി നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പാർട്ടിയുടെ നേതൃപദവിയിലിരിക്കുന്ന ആളുകളായിരിക്കും. CPM-ന്റെ സ്ഥാനാർത്ഥി നിർണ്ണയം ഉണ്ടാകുമ്പോൾ നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുന്നത് ആ സ്ഥാനാർത്ഥി ആരാണെന്ന് പോലും ആ പ്രദേശത്തുള്ള ആളുകൾക്കല്ലാതെ സംസ്ഥാന വ്യാപകമായി അറിയുന്ന കാരണം അവരെ ആ ഏരിയ കമ്മിറ്റിയാണ് സജസ്റ്റ് ചെയ്യുന്നത്. അത്തരമൊരു സ്ഥാനാർത്ഥി നിർണ്ണയം CPM-നുണ്ടാകും. ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് വരുന്ന ഒരു വാർത്ത പ്രകാരം തളിപ്പറമ്പിൽ MV ഗോവിന്ദന് പകരം N സുകന്യയുടെ പേരും മഹിളാ അസോസിയേഷൻ നേതാവ് N സുകന്യയുടെ പേരും അതോടൊപ്പം തന്നെ PK ശ്യാമളയുടെ പേരുമാണ് പറഞ്ഞു കേൾക്കുന്നത്. PK ശ്യാമള ആന്തൂർ നഗരസഭ മുൻ ചെയർപേഴ്സണും ഈ MV ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യയുമാണവർ. രണ്ട് പേരാണ് പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ ഗോവിന്ദൻ മാസ്റ്റർക്ക് താല്പര്യം MV നികേഷ് കുമാറിനെ മത്സരിപ്പിക്കാനാണെന്നും പറയുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം തീരുമാനമെടുക്കുക സംസ്ഥാന നേതൃത്വമാണ്. ജില്ലാ നേതൃത്വം അവരുടെ അഭിപ്രായം പറഞ്ഞപ്പോൾ ജില്ലാ നേതൃത്വം കൊടുത്ത പട്ടികയിലുള്ള പേര് N സുകന്യയും PK ശ്യാമളയുമാണെന്നാണ് പറയുന്നത്. പക്ഷേ MV ഗോവിന്ദന് അവിടെ നിലവിലെ MLA ആയ മണ്ഡലത്തെ പ്രതികരിക്കുന്ന MV ഗോവിന്ദന് താല്പര്യം മാധ്യമപ്രവർത്തകനായ മുൻ CPM നേതാവും പിന്നീട് CMP നേതാവുമെല്ലാമായ MV രാഘവന്റെ മകൻ MV നികേഷ് കുമാറിനെ മത്സരിപ്പിക്കണമെന്നാണ്. മറ്റൊരു അപ്രതീക്ഷിതമായ നീക്കം നടക്കുന്നത് മട്ടന്നൂരിലാണ്. കഴിഞ്ഞ തവണ 60,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച മട്ടന്നൂരിൽ KK ശൈലജയ്ക്ക് പകരം ഇത്തവണ അവിടെ VK സനോജ് DYFIയുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം പേരാവൂർ പിടിക്കാൻ ശൈലജയെ ഇറക്കുന്നതാണ്. നേരത്തെ ശൈലജ ടീച്ചർ ജയിച്ച മണ്ഡലമാണ് പേരാവൂർ. UDF-നെ പരാജയപ്പെടുത്തി പേരാവൂർ ശൈലജ ടീച്ചർക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മട്ടന്നൂർ എന്ന ഷുവർ സീറ്റിൽ നിന്ന് മാറ്റി പേരാവൂർ കഴിഞ്ഞ തവണ ഭൂരിപക്ഷം എനിക്ക് തോന്നുന്നു 6000-ൽ കുറഞ്ഞ ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ്. CPM-ന് സ്വാധീനമുള്ള മണ്ഡലമാണ്. ശൈലജയെ പോലൊരു സ്ഥാനാർത്ഥി ഇറക്കി കോൺഗ്രസിൻ്റെ ആ മണ്ഡല സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുക എന്നൊരു നീക്കമാണ് CPM നടത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു സ്ഥാനാർത്ഥിയുടെ പേര് കേൾക്കുന്നത് തലശ്ശേരിയിൽ N ശംസീറിന് പകരം കാരായി രാജനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനം ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിൽ സ്ഥാനാർത്ഥി പട്ടികയിലെല്ലാം ചില പുതുമുഖങ്ങളെ രംഗത്തിറക്കാനുള്ള തീരുമാനമാണ്. കോഴിക്കോട് ജില്ലയിലേക്ക് വരുമ്പോൾ കോഴിക്കോട് ജില്ലയിൽ നിലവിലെ സിറ്റിംഗ് MLA-മാർക്ക് സീറ്റ് കൊടുക്കുമ്പോൾ കോഴിക്കോട് നോർത്തിൽ തോട്ടത്തിൽ രവീന്ദ്രന് പകരം പ്രദീപ് കുമാറിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു നീക്കം CPM നടത്തുന്നുണ്ട്. ബാക്കി പേരാമ്പ്ര സീറ്റ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് വിട്ടു നൽകുകയാണെങ്കിൽ TP രാമകൃഷ്ണൻ മാറും. ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ മാറുമെന്ന് പറയുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു നീക്കമുള്ളത് കൊയിലാണ്ടി സീറ്റിലാണ്. കൊയിലാണ്ടിയിലെ MLA കാനത്തിൽ ജമീല 2 മാസം മുമ്പ് അവർ മരിച്ചുപോയി. ആ മൺമറഞ്ഞ കാനത്തിൽ ജമീലയ്ക്ക് പകരം മുൻ MLA-യും കൊയിലാണ്ടി നഗരസഭാ ചെയർമാനുമായിരുന്ന K ദാസന്റെ പേര് മാത്രമാണ് കൊയിലാണ്ടിയിൽ പറഞ്ഞു വെക്കുന്നത്. K ദാസൻ കൊയിലാണ്ടിക്കാർക്കിടയിൽ സുപരിചിതനായ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തെ മത്സരിപ്പിച്ചാൽ അവിടെ കോൺഗ്രസിന്റെ വെല്ലുവിളി എതിർത്ത് തോൽപ്പിക്കാൻ കഴിയുമെന്നാണ് CPM ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ. പിന്നെ അവിടെ പറഞ്ഞു കേൾക്കുന്ന ഒരു പേര് V വസീഫിന്റെ പേരാണ്, DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ്. പിന്നീട് ഒരു പേര് നേരത്തെ കൊയിലാണ്ടി നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് CPM-ൽ പോയ KP അനിൽകുമാറിന്റെ പേരാണ്. പക്ഷേ CPM-ൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരപ്രകാരം ഈ K ദാസന്റെ പേരിന് തന്നെയാണ് മുൻതൂക്കമെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു സ്ഥാനാർത്ഥി ഇരിക്കൂറിൽ
സക്കീർ ഹുസൈൻ അവിടെ ഏരിയ സെക്രട്ടറിയാണ്, ഇരിട്ടി ഏരിയ സെക്രട്ടറിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇരിട്ടി ഏരിയ സെക്രട്ടറിയോ ഇരിക്കൂർ ഏരിയ സെക്രട്ടറി, എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇരിട്ടി ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈനെ ഇരിക്കൂറിൽ സ്ഥാനാർത്ഥിയാക്കാൻ പോകുന്ന പുതിയ ഒരു നേതാവാണ്, യുവ നേതാവാണ്. ഇത്തരത്തിൽ ചില മാറ്റങ്ങളാണ് CPM കൊണ്ടുവരുന്നത്. അതായത് ശൈലജ ടീച്ചറെ പോലുള്ള ആളുകളെ മട്ടന്നൂരിൽ നിന്ന് മാറ്റുന്നു. എന്താണ് CPM ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്? CPMൻ്റെ ലക്ഷ്യം മൂന്നാം ഭരണം തന്നെയല്ലേ? തീർച്ചയായും CPM ഏത് വിധത്തിലും അല്ലെങ്കിൽ ഇടതുമുന്നണി ഏത് വിധത്തിലും മൂന്നാമത് അധികാരത്തിലെത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് പോകുന്നത്. ഒരിക്കലും ശൈലജ ടീച്ചർക്ക് അല്ലെങ്കിൽ KK ശൈലജയ്ക്ക് സീറ്റ് കൊടുക്കാതെ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തും എന്നൊരു ധാരണ എനിക്കില്ല. കാരണം അതിന് സാധ്യത വളരെ കുറവാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പ്രത്യക്ഷമായിട്ടല്ലെങ്കിലും പരോക്ഷമായ രീതിയിൽ തങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി KK ശൈലജയാണ് എന്ന തരത്തിൽ പ്രചരിപ്പിച്ചാൽ പോലും നമ്മൾ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാര്യം അവരുടെ രീതി എങ്ങനെയാണ്, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഒരാളുടെ പേര് ഉയർത്തിക്കാട്ടുകയും തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ വിജയിച്ചു കഴിയുമ്പോൾ അവരാക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്ന സാധാരണ രീതിയാണ്. അതിനൊരു സാധ്യതയുണ്ട്. ഈ പറയുന്ന KK ശൈലജയാണ് രണ്ടാമത് പിണറായി സർക്കാരിനെ അധികാരത്തിലെത്തിക്കാൻ കാരണമായ ഒരു ഫാക്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്കറിയാം, ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന സമയത്താണ് കോവിഡിന്റെ ഒരു പശ്ചാത്തലം വരുന്നു. ആ സമയത്ത് ഏറ്റവും നല്ല ആരോഗ്യമന്ത്രി എന്ന രീതിയിൽ അവരെ വിശേഷിപ്പിക്കുന്നു, ടീച്ചറമ്മ എന്ന തരത്തിലേക്കൊക്കെ അവരെ മാറ്റുന്നത്. ഈ പറയുന്ന അതിന് വലിയൊരു സ്വാധീനം സൈബർ ഹാൻഡിലുകൾ നടത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ CPMന്റെ തന്നെ സൈബർ ഹാൻഡിലുകളാണ് അതിന് മുൻകൈ എടുത്തതെങ്കിൽ പോലും ആ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. എല്ലാവരും കരുതിയത് രണ്ടാം മന്ത്രിസഭയിൽ അല്ലെങ്കിൽ രണ്ടാം സർക്കാരിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, അതല്ലെങ്കിൽ മറ്റൊരു മന്ത്രി എന്ന നിലയിലായിരുന്നു എല്ലാവരും KK ശൈലജയെ കണ്ടത്. അന്ന് KK ശൈലജയെ അവിടെ മന്ത്രിയാക്കിയില്ല, പുതിയ ആളുകളെ മന്ത്രിയാക്കി. അല്ലെങ്കിൽ പുതിയൊരു മന്ത്രിസഭ വരുമ്പോൾ സ്വാഭാവിക നടപടി എന്ന രീതിയിലായിരുന്നു നടന്നത്. അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര പിടിക്കാൻ KK ശൈലജയെ ഇറക്കുന്നു. അവിടെ പരാജയപ്പെടുകയാണ് ചെയ്തത്. ഈ പറയുന്ന ഇത്രയും ഇമേജ് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇവരായി കൊണ്ടുവന്ന ഒരു ഇമേജ് തകർക്കുക, ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ തകർക്കുകയാണ് ചെയ്തത്. അപ്പോൾ മട്ടന്നൂരിൽ നിന്ന് മാറ്റി പേരാവൂര് പിടിക്കാൻ ഇറക്കുമ്പോൾ, KK ശൈലജ ഇറക്കുമ്പോൾ പരാജയപ്പെട്ടാൽ എന്ത് എന്നൊരു ചോദ്യമുണ്ട്. വടകരയിലേക്ക് വരുമ്പോൾ ആദ്യം KK ശൈലജയുടെ പേരാണ്, ആദ്യം KK ശൈലജയുടെ സ്ഥാനാർത്ഥിത്വമാണെന്ന് പ്രഖ്യാപിക്കുന്നത്. വളരെ ട്വിസ്റ്റ് ആയിട്ടാണ് ഷാഫി പറമ്പിൽ വന്നത്. പേരാവൂർ അങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടായാൽ KK ശൈലജ പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇത് പൂർണ്ണമായി ഗുണം ചെയ്യണമെന്നില്ല. ഈ പറയുന്ന ചേട്ടൻ ആദ്യം പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് നമുക്ക് വളരെ അറിയാവുന്ന ചാനൽ ചർച്ചകളിലൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ആളുകളെയാണ് സാധാരണ സ്ഥാനാർത്ഥികളാക്കുന്നത്. ഈ അറിയാത്ത സ്ഥാനാർത്ഥികൾ വളരെ കുറവായിരിക്കും. CPMനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇടതുമുന്നണിയെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇവർ ചാനൽ ചർച്ചകളിലെ DYFIയുടെ നേതാക്കളെ ഉൾപ്പെടെയുള്ളവരെ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുമ്പോൾ അത് തിരിച്ചടിയാകാനുള്ള സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് മൂന്നാം പിണറായി സർക്കാർ എന്ന് പറഞ്ഞ കാര്യം, മുഖ്യമന്ത്രി മറ്റൊരാളെ ഉയർത്തിക്കാട്ടിയാലും വിജയിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രി. അതിനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ മൂന്നാമതൊരു ഭരണത്തിലെത്താൻ വേണ്ടി ഇവർ കാണിക്കുന്നതാണ്. പക്ഷെ അത് തിരിഞ്ഞു കൊത്താനുള്ള സാധ്യതയും കൂടുതലല്ലേ? തീർച്ചയായും CPMനെ സംബന്ധിച്ചിടത്തോളം പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പിണറായി വിജയൻ മാത്രമാണ് മത്സരിക്കുന്നതെന്ന് അവർ വ്യക്തമാക്കി കഴിഞ്ഞു. MP ഗോവിന്ദൻ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു, തനിക്കിനി മത്സരിക്കാൻ താല്പര്യമില്ല, പാർട്ടി സെക്രട്ടറി പദവിയാണ് താല്പര്യം. CPMനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി സെക്രട്ടറിയാണ് അവരുടെ പരമോന്നത ബോഡി. അതുകൊണ്ട് തന്നെ പാർട്ടി സെക്രട്ടറി ഞാൻ ഇരുന്നോളാം, തളിപ്പറമ്പിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ നോക്കണം. പക്ഷേ ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചത് തന്റെ മനസ്സിലുള്ള സ്ഥാനാർത്ഥി MP നികേഷ് കുമാറാണ്. അപ്പോൾ അവിടെ ചോദ്യം ഉണ്ടല്ലോ, നികേഷ് കുമാർ നിന്നാൽ ജയിക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. കാര്യം മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ നിന്നും ഇപ്പോൾ മാറിയിട്ടുണ്ട്, PR ടീമിന്റെ ഹെഡാണ്. പക്ഷേ തളിപ്പറമ്പ് പോലെയുള്ള CPMന് 40,000-ഓളം 50,000-ത്തിലും ഭൂരിപക്ഷം കിട്ടുന്ന ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലും തളിപ്പറമ്പ് CPMനെ തന്നെ മൃഗീയ ഭൂരിപക്ഷം നൽകിയ ഒരു നിയമസഭാ മണ്ഡലമാണ്. അവിടെ MP നികേഷ് കുമാറിന് നേരത്തെ CPMനും കോൺഗ്രസിനും അല്ലെങ്കിൽ LDFനും UDFനും ഒരുപോലെ ശക്തിയുള്ള അഴീക്കോട് മത്സരിച്ച നികേഷ് കുമാർ പരാജയപ്പെട്ടതാണ്. ആ നികേഷ് കുമാറിനെ നിയമസഭയിൽ എത്തിക്കാൻ ഒരു ഷുവർ സീറ്റ് CPM നൽകുകയാണെങ്കിൽ ഏറ്റവും ഷുവർ സീറ്റ് തന്നെയാണ് തളിപ്പറമ്പ്. വലിയൊരു അട്ടിമറിയൊന്നും തളിപ്പറമ്പിൽ ഉണ്ടാകുമെന്ന് കോൺഗ്രസ്സുകാർക്ക് പോലും വലിയൊരു പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ VP അബ്ദുൾ റഷീദ് എന്ന യുവ സ്ഥാനാർത്ഥിയാണ്. കഴിഞ്ഞ തവണ ഭൂരിപക്ഷം ഒരു 10,000-ലേറെ ഭൂരിപക്ഷം കുറയ്ക്കാൻ റഷീദിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ ഇപ്പോഴും നേരിടുന്ന ഒരു പ്രയാസം, UDF നേരിടുന്ന പ്രയാസം, പല ബൂത്തുകളിലും ബൂത്ത് ഏജന്റിനെ പോലെ ഇരിക്കാൻ CPM സമ്മതിക്കാറില്ല. കാരണം CPMന്റെ പാർട്ടി ഗ്രാമമാണ് തളിപ്പറമ്പിൽ പലയിടത്തും. അവിടെ ജനാധിപത്യപരമായ രൂപത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇനിയും ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ട്. അവിടെ നികേഷ് കുമാറിന് സേഫ് സീറ്റിൽ ഇരുത്തുക എന്നതാണ് CPM ലക്ഷ്യമിടുന്നത്. പക്ഷേ നികേഷ് കുമാറിന് അവിടെ മത്സരിപ്പിക്കുമെന്നെല്ലാം നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. CPM കളിക്കുന്ന ഒരു കളി മൂന്നാമത് ഭരണം പിടിക്കുക, അതിനുവേണ്ടി എന്തും ചെയ്യുമെന്ന് തന്നെയാണ് പറയുന്നത്. അതിനൊപ്പമാണ് BJPയുമായുള്ള അവിശുദ്ധ ബന്ധം ഉണ്ടാകുമോ? കഴിഞ്ഞ ദിവസം BJPയുടെ യോഗത്തിൽ ഒരു തീരുമാനമുണ്ടായതായി ഒരു കേരളത്തിലെ ഒരു സ്വകാര്യ ചാനൽ റിപ്പോർട്ട് ചെയ്തു. BJP നേതാക്കന്മാരൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം കൂടിയാണ്, K മുരളീധരനെ ഞങ്ങൾ നിയമസഭ കാണിക്കില്ല,
അതായത് അവർ പറയുന്ന ഒരു കാര്യം ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാത്തത് കെ മുരളീധരൻ എവിടെയാണ് മത്സരിക്കുന്നത് അറിഞ്ഞിട്ട് വേണം ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാമെന്ന്. കെ മുരളീധരൻ മത്സരിക്കുന്ന പാലക്കാടാണെങ്കിൽ BJP ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയെ പാലക്കാട് മത്സരിപ്പിക്കും. ഇനി കെ മുരളീധരൻ മത്സരിക്കുന്നത് BJPക്ക് വലിയ സ്വാധീനമില്ലാത്ത അല്ലെങ്കിൽ ജയിച്ചു കയറാൻ കഴിയാത്ത ഒരു മണ്ഡലത്തിലാണെങ്കിൽ അവിടെ അവർ CPMന് വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഡീല് പല മണ്ഡലങ്ങളിലും ഉണ്ടായാൽ മൂന്നാം പിണറായി വിജയൻ സർക്കാർ അല്ലെങ്കിൽ മൂന്നാം ഇടതുപക്ഷ സർക്കാർ എന്ന CPMന്റെ സ്വപ്നം ഒരുപക്ഷെ യാഥാർത്ഥ്യമായേക്കാം. പക്ഷേ അത്തരത്തിൽ വരികയാണെങ്കിൽ കേരളത്തിൽ CPMും BJPയും ഒരുമിക്കുകയാണെങ്കിൽ അത് കേരളത്തിലെ ജനാധിപത്യത്തിന്റെ അവസാനമായിരിക്കും, ജനാധിപത്യത്തിന്റെ ധ്വംസനമായിരിക്കും വരാൻ പോകുന്നത്. അല്ല, മറിച്ച് ഇപ്പോൾ BJP ഒരു 5 സീറ്റ് പിടിക്കുകയാണെങ്കിൽ അവിടെയും CPM BJP അന്തർധാരയുടെ അടിസ്ഥാനത്തിലായിരിക്കും. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ BJPക്ക് നേതാക്കന്മാർ പറയുന്നത് പോലെ, കാരണം BJPയുടെ ഒരു നേതാവ് പറഞ്ഞത് പറവൂരിൽ ഒരു മികച്ച സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കേണ്ട, അവിടെ 2ാം സ്ഥാനത്തെത്തുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത VD സതീശനെ പരാജയപ്പെടുത്തുമെന്ന് പരസ്യമായി പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കെ മുരളീധരനെ ഞങ്ങൾ എവിടെ മത്സരിച്ചാലും പരാജയപ്പെടുത്തുമെന്ന് അവർ പറഞ്ഞിരിക്കുന്നു. അത്തരത്തിലാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ ഒരു അന്തർധാര ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നമുക്ക് കൂടുതൽ ലഭ്യമാകും, നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ കഴിയും.